നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ നീ ഒളിച്ചു കളിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ നീ ഏതുവരെ പോവെന്നറിയാൻ ഈ കൗണ്ടർ അഫിഡവിറ്റും ആൾമാറാട്ട കഥയൊക്കെ ആയിട്ട് കേസ് കൊടുത്തത്. ഇപ്പതാദ്യമായിട്ട് നീ ഞാനും മുഖാമുഖം കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് നിന്നെക്കാൾ വേണ്ടത് എന്റെ സ്വന്തം മകനെയാ. അവനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ ചേംബറിലെത്തുമ്പോ ജഡ്ജിയോട് ചോദിച്ചാൽ മതി. ഇപ്പൊ അങ്ങോട്ട് വഴി തടയാതെ മാറി നിൽക്ക്. Who the hell are you? കോട്ടയ്ക്കൽ മേഘനാഥനും തൃപ്പങ്ങോട്ട് രാധയും സംസാരിക്കുമ്പോ ഏട്ടായി കയറി വരുന്നു. You bloody! യു ബ്ലഡി അല്ല, നീ ബ്ലഡി എന്ന് ഞാൻ പറയും. ഇത് കോടതിയാ. നിന്റെയൊക്കെ സാമ്രാജ്യമാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാൻ തയ്യാറാ. ഞാൻ ജയിലിൽ പോവാനും തയ്യാറാ. പക്ഷേ അത് നിന്നെയൊക്കെ കൊന്നിട്ടായിരിക്കും. വെരി ഗുഡ്, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. അപ്പൊ കാഴ്ചയിൽ മാത്രമല്ല, പ്രകൃതത്തിൽ നീ സുഭദ്ര തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ആ പ്രതിരോധ ശക്തി നിനക്കുണ്ട്. നീ അവളുടെ പുനർജന്മം തന്നെ. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്നെ ഇത്രയും വളരാൻ വിടില്ലായിരുന്നു. നിന്നെ എപ്പോഴേ തീർത്തേനെ ഞാൻ. നിന്നെ മാത്രമല്ല, നിന്റെ അനുജത്തിമാരുടെ കയ്യിൽ നിന്ന് എന്റെ മകനെ ഞാൻ വീണ്ടെടുത്തേനെ. അത് മാത്രമാ ഇപ്പൊ എന്റെ ലക്ഷ്യം. നടന്നത് തന്നെ. എന്റെ കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ നിഴലിനെ പോലും ഞാൻ അടുപ്പിക്കില്ല. മേഘനാഥ, ഈ ലോകത്ത് നിങ്ങൾക്കൊരു മകനില്ല. അവൻ എന്റെ മകനാ. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെയും സുഭദ്രാമ്മയുടെയും പരമ്പര. അവൻ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തൃപ്പങ്ങോട്ട് തറവാടിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ച് വളരും. അവന് നിങ്ങൾ തൊടില്ല. എന്തിന്? അവനെ കാണാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. തൃപ്പങ്ങോട്ടെ പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും പണ്ടേ നിങ്ങൾ അറിഞ്ഞതാ. അതിനിയും അറിയും. വഴി നിന്ന് മാറി നിൽക്ക. പോട്ടെ ഞങ്ങള്. സാർ, അച്ചു, കണ്ടല്ലോ തൃപ്പങ്ങോട്ട് പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും. അവനെ എനിക്ക് കിട്ടി. ഇനി നീയൊക്കെ എനിക്ക് വേസ്റ്റാ. ഗുഡ് ബൈ. ഗുഡ് ബൈ ഫോർ എവർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.